സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ അടിമ എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും സമീപസ്ഥനാകുന്നു, അടുത്തുള്ളവനാകുന്നു എന്ന് മറുപടി പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമുക്ക് അല്ലാഹുവിന്റെ സാമീപ്യം അനുഭവപ്പെടുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് സമാധാനം കരസ്ഥമാക്കാൻ കഴിയും. അത് നമ്മളെ തിന്മകളിൽ നിന്ന് തടയുകയും ചെയ്യും, പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അത് നമ്മെ ആരാധനാ നിരതമാക്കുകയും ചെയ്യും. അത് നമ്മെ പാപമോചനത്തിനായി കേടുന്ന നല്ല അടിമയാക്കി ആ മനുഷ്യനെ മാറ്റുന്ന കാരണമായി അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ ആരെയാണ് നമ്മൾ ആദ്യം വിളിക്കുക? അല്ലാഹുവിനെയാണ് നമ്മൾ ആദ്യം വിളിക്കേണ്ടത്. ആരെയാണ് വിളിക്കേണ്ടത്? അല്ലാഹുവിനെയാണ് നമ്മൾ വിളിക്കേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ. എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അല്ലാഹു ഉത്തരം നൽകുന്നവനാണ്. ആര് എന്നെ വിളിച്ചാലും ഞാൻ ആ വിളിക്ക് ഉത്തരം നൽകും. ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഒരേ സമയത്ത് പല ആവശ്യങ്ങൾക്കായി അല്ലാഹുവിനെ വിളിക്കുന്നവരാണ്. അല്ലാഹ് എന്ന് വിളിക്കുന്നവരാണ്. ആ അല്ലാഹുവിനെ വിളിക്കുന്ന അടിമകളെ, എല്ലാ അടിമകളെയും അല്ലാഹു കേൾക്കുന്നു. എല്ലാവർക്കും ഒരേ സമയത്ത് മറുപടിയും നൽകുന്നു. അത്ഭുതമല്ലേ പ്രിയപ്പെട്ടവരെ? ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ അല്ലാഹുവിനെ വിളിക്കുമ്പോൾ ആ ആവശ്യങ്ങളൊന്നാകെ ഒരേ സമയത്ത് പൂർത്തീകരിച്ചു കൊടുക്കാൻ അല്ലാഹുവിനെ സാധിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമല്ലേ? അല്ലാഹു അക്ബർ. നമ്മൾ ഓരോരുത്തർക്കും വ്യത്യസ്ത പ്രശ്നങ്ങളാണ്. ചില ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഓരോ ആളുകൾക്കും ഓരോ ആരോഗ്യാവസ്ഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയിലാക്കി തരുമാറാകട്ടെ. നമുക്ക് അല്ലാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മർഹമത്ത് നൽകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനകളെ നിസ്സാരവൽക്കരിക്കരുത്. നാം റമദാൻ മാസമാണ് കടന്നു വരുന്നത്. റമദാൻ മാസത്തിൽ നമ്മൾ പുലർച്ചെ അത്താഴത്തിനായി എഴുന്നേൽക്കുന്നവരാണ്. ആ സമയം അല്ലാഹു അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് കുറച്ച് സമയം ആ അനുഗ്രഹം കരസ്ഥമാക്കാൻ നമ്മൾ ചെലവഴിക്കേണ്ടതുണ്ട്. അല്ലാഹുവിനെ വിളിക്കുക. അവൻ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ അടുത്താണ്. അന്നി ഫഇന്നി ഖരീബ്. ഞാൻ നിങ്ങളുടെ അടുത്തുള്ളവനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആര് എന്നെ വിളിച്ചാലും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രാർത്ഥനകളെ നിസ്സാരവൽക്കരിക്കരുത്. നമ്മുടെ മനസ്സിൽ സമാധാനം ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും അല്ലാഹുവിനെ വിളിച്ചുകൊണ്ടേയിരിക്കുക. പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടേയിരിക്കുക. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും. അല്ലാഹു നമുക്ക് നന്മ നൽകട്ടെ. നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് നമ്മെ പല കാര്യങ്ങൾക്കും ആവശ്യക്കാരാക്കി അവൻ എന്നുള്ളത്. നമുക്ക് ആവശ്യങ്ങളില്ലായിരുന്നെങ്കിൽ ചിലപ്പോ നമ്മിൽ പലരും അല്ലാഹുവിൽ നിന്ന് വിട്ടുനിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ അനുഗ്രഹം എന്തെന്നാൽ നമ്മൾ ആവശ്യക്കാരാകുമ്പോൾ നമ്മൾ നമ്മുടെ രക്ഷിതാവിനോട് അടുക്കുകയാണ്, അല്ലാഹുവിനോട് അടുക്കുകയാണ്, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. നമ്മൾ സത്യം ചെയ്യുന്നു. പ്രാർത്ഥനാ നിരതനായ നമ്മളോട് അല്ലാഹു പറയുന്നു, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാനാണ് നിന്നെ ആവശ്യക്കാരനാക്കിയത്. നീ എന്നിലേക്ക് അടുക്കാൻ വേണ്ടി നിനക്ക് ആവശ്യമില്ലാതിരുന്ന സമയത്ത് നിനക്ക് എന്നോടുള്ള അടുപ്പം കുറവായിരുന്നു. നമ്മുടെ അവസ്ഥ നോക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മൾ കരയുന്നു, കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊടിയുന്നു, നമ്മുടെ ഹൃദയം നിർമ്മലമാകുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എനിക്ക് വേണ്ടത് അതാണ്. എന്റെ രക്ഷിതാവിലേക്ക് അടുക്കുവാൻ, എന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ ആവശ്യങ്ങൾ സമർപ്പിക്കുവാനാണ് ഞാൻ ശ്രമിക്കേണ്ടത്, അടിമകൾ ശ്രമിക്കേണ്ടത്. എനിക്കുണ്ടാവേണ്ട ഗുണവും അത് തന്നെയാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ ആവശ്യക്കാരനാക്കി. അല്ലാഹു നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.